പലപ്പോഴും വിവാഹം ഒരു ഉടമ്പടിയാണ് അല്ലേ? ഉടമ്പടിയിലും 2 കക്ഷികളുണ്ട്. പക്ഷേ മിക്കവാറും കക്ഷികളെപ്പോഴും തുല്യ കക്ഷികളായിരിക്കും അല്ലേ? വിവാഹത്തിലായാലും വസ്തു വിൽപ്പനയായാലും എപ്പോഴും നമ്മൾ കൊടുക്കുന്ന മുതലിന് വസ്തു അത്രയും തരും. തുല്യ കക്ഷികളാണ് ഉടമ്പടി ചെയ്യുക, കരാർ ചെയ്യണത്. വിവാഹത്തിലും അങ്ങനെയാണ്. സൗന്ദര്യം കുറവാണെങ്കിൽ സമ്പത്ത് കൂടുതൽ കൊടുക്കും. അങ്ങനെയൊക്കെ എല്ലാ ആൾക്കാരും അറേഞ്ച് ചെയ്യണത്. ഇനി സമ്പത്ത് കുറവാണെങ്കിൽ ജോലി വെച്ച് അറേഞ്ച് ചെയ്യും. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ടാലിയാക്കി നോക്കിയിട്ടാണ് ആൾക്കാർ അത് നിലപാട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളും ദൈവമായിട്ട് ഉത്തരിച്ചാൽ മതി. പക്ഷേ അളന്ന് നോക്കുമ്പോൾ സമ്പത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാനദണ്ഡമായിട്ട് എടുക്കണമെങ്കിൽ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലമേ ലഭിച്ചാൽ മതി. സമ്പത്താണ് നിൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡമെങ്കിൽ ആ സമ്പത്ത് തന്നെയായിരിക്കും അതിൻ്റെ മാനദണ്ഡം അവസാനം വരെ. മനസ്സിലായില്ലേ? പക്ഷേ സമ്പത്ത് എത്ര കൂടിയാലും ഇപ്പം ഈ സമ്പത്തിൻ്റെ ഒരു മിനിസ്റ്ററാണ് ഇപ്പോഴേ എയിംസ് ആശുപത്രി ചികിത്സയിൽ കഴിയണത്. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ് അല്ലേ? നിങ്ങൾക്ക് ആളിൻ്റെ പേരൊക്കെ അറിയാം. ഫൈനാൻസ് മിനിസ്റ്ററായിരുന്നു ഇന്ത്യയുടെ കഴിഞ്ഞ മിനിസ്ട്രിയിൽ. അദ്ദേഹം വെൻറ്റിലേറ്ററാണ്. നമുക്ക് ഈ നിമിഷം അദ്ദേഹത്തെപ്പോലെ വെൻറ്റിലേറ്ററായിട്ടുള്ള അനേകം മക്കളുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് മാസങ്ങൾ കിടക്കുന്ന രോഗികളുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് അവർക്കെല്ലാം ശക്തിയും അതിജീവനം ലഭിക്കാൻ വേണ്ടി ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പം എത്ര സമ്പത്ത് വന്നാലും ഈ രാജ്യത്തിൻ്റെ തന്നെ ധനകാര്യ മന്ത്രിയായാലും ചില കാര്യം വരുമ്പോൾ നമ്മൾ നിസ്സഹായരാണ്. ഇപ്പം തുടങ്ങിയല്ലത്. അരുൺ ജെയ്റ്റ്ലിയുടെ വിഷയം മാത്രമല്ല, മനുഷ്യൻ്റെ മൊത്തം വിഷയങ്ങളാണ്. ഈ നിസ്സഹായ അവസ്ഥയിൽ നിന്നാണ് ദൈവാശ്രയം ആരംഭിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഒരു സാക്ഷ്യം, ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? അവരോട് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നിൻ്റെ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടും ഒരേ ഡിസീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ധനകാര്യം വന്ന രോഗവും ആ കുഞ്ഞിൻ്റെ രോഗവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അവർക്ക് എന്താണ് ധനമായിട്ടുള്ളത്? വിശ്വാസമാണ്. അതാണ് വിഷയം. ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നമ്മളെ ദൈവത്തിൻ്റെ ഈ ഉടമ്പടിയിൽ തുല്യ പങ്കാളിയാക്കണത്. പിടികിട്ടിയ നമ്മൾ ഈ ഉടമ്പടി ചെയ്യുന്ന ആരുമായിട്ടാണ്? പരിശുദ്ധ അമ്മ വഴി ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യണ വ്യക്തികൾ എപ്പോഴും ആരായിരിക്കണം? തുല്യ പങ്കാളികളായിരിക്കും. അപ്പോൾ ദൈവത്തോട് തുല്യ പങ്കാളിത്തം ഉണ്ടാക്കാൻ നമുക്ക് മെറിറ്റില്ല ഇല്ലേ? പക്ഷെ ഉള്ള മെറിറ്റ് എന്താ? വിശ്വാസമാണ്. ഇപ്പം എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്തില്ലേ ഇല്ലേ? എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തപ്പോഴേ എന്താണ് എബ്രഹാത്തിന് വന്നിരുന്ന വിഷയം? എബ്രഹാം ദൈവതിരുസന്നിധിയിൽ തുല്യ പങ്കാളിയല്ല. ആണോ? എബ്രഹാം തുല്യ പങ്കാളിയല്ല. അദ്ദേഹം പ്രായം കവിഞ്ഞ ആളാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സപ്പോർട്ടില്ലാത്ത ആളാണ്. അവിടെ നിന്നെല്ലാം ഊറിൽ നിന്ന് നിപ്പൂറിൽ നിന്നൊക്കെ അദ്ദേഹം മാറി താമസിച്ചിവിടെ ഹെബ്രോനിൽ വന്നിരിക്കുക. ഇപ്പോൾ സ്വന്തപ്പെട്ടൊരു ബന്ധുക്കളൊന്നും ഇല്ല. അവിടെ ഭാര്യയും ഭർത്താവുമായിട്ട് കുറച്ച് കന്നുകാലികളുമായിട്ട് ജീവിച്ചു പോകുന്ന ആളാണ്. ഇയാളടുത്താണ് പറയണത്, അടുത്ത വസന്തത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കുമ്പോൾ നിനക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കുമെന്ന് പറയും. അപ്പോൾ എബ്രാഹാം ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എബ്രാഹാം പകരം വെക്കണ തുല്യ പങ്കാളിയാകണത് എങ്ങനെയാണ്? വിശ്വസിച്ചുകൊണ്ടാണ് അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ തുല്യ പങ്കാളിയുടെ വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ തുല്യ പങ്കാളിയായി മാറുന്നത് എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളർന്നുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ നിന്നാണ് ഈ വിശുദ്ധി ഉണ്ടാകുന്നത്.
വിശ്വാസം വളർന്നാൽ ആ വിശ്വാസം ഒരു വ്യക്തിയെ ദൈവതിരുസന്നിധി തുല്യ പങ്കാളിയാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വാക്കനുസരിച്ചുള്ള ജീവിത രീതികളിലൂടെയാണ്. അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എബ്രഹാത്തിനോട് പറയുന്നത്, നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധിയിൽ വ്യാപരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഈ ഇപ്പോൾ ഉടമ്പടിയുടെ നടപടിക്രമം അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ ചിലർ മദ്യപാനം അവസാനിപ്പിച്ചു, പലരും കാരുണ്യ പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചു, പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വ്യാപരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തോട് തുല്യ പങ്കാളിയായി നമ്മൾ വിശ്വാസം കൊണ്ടും വിശ്വാസത്തിനടുത്ത പ്രവൃത്തിയായ വിശുദ്ധി കൊണ്ടും വളർന്നു വരികയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നിങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഉടമ്പടിയിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നടപ്പിൽ വരുത്തുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഉടമ്പടി പ്രകാരം ദൈവ തിരുസന്നിധി നമ്മൾ തുല്യ പങ്കാളിയായിട്ട് വരാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ വിശ്വാസവും വിശ്വാസത്തിനടുത്ത പ്രവൃത്തിയാകുന്ന വിശുദ്ധിയും കൊണ്ട്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടി പ്രകാരമുള്ള ഉപവാസം, ഉടമ്പടി പ്രകാരമുള്ള വചനവായന, ഉടമ്പടി പ്രകാരമുള്ള ദാനധർമ്മങ്ങൾ, ഉടമ്പടി പ്രകാരമുള്ള കാരുണ്യ പ്രവൃത്തികൾ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മക്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ തുല്യ പങ്കാളിയാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ആകുവായില്ല എന്നുള്ളത് നമുക്കറിയാവില്ല. ദൈവമായിട്ട് ഒരിക്കലും നമ്മൾ തുല്യ പങ്കാളി ആകത്തില്ല. പക്ഷേ നമ്മൾ പരിശ്രമിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ തന്നെ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, പക്ഷേ വി വിൽ ട്രൈ അല്ല അറ്റ് ദി ലാസ്റ്റ്. അന്ത്യം വരെ നമ്മൾ പരിശ്രമിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ വിശ്വാസത്തിനും വിശുദ്ധിക്കും വേണ്ടി ഉടമ്പടി ചെയ്തവരെ ഞങ്ങൾ എപ്പോഴും പരിശ്രമിക്കുന്നവരായി കാണപ്പെടുവാൻ ഇടയാക്കണമേ. ഇപ്പം സക്കറിയാവിൻ്റെ കാലം വരുമ്പോൾ സക്കറിയായും എന്താ പറയണത്? അങ്ങ് എബ്രാഹവുമായി ചെയ്ത ഉടമ്പടി, അങ്ങയുടെ കാരുണ്യം അങ്ങ് അനുസ്മരിച്ചു എന്നാണ് അല്ലേ? ലുക്കായുടെ സുവിശേഷം 1:72-73 വചനങ്ങൾ എന്താ പറയണത്? യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള വാഗ്ദാനം നൽകുമ്പോഴും ആ യോഹന്നാൻ മാന്താനായെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകുമ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്നാണ് പറയണത്. ലുക്ക 1:71 സക്കറിയ പ്രവാചകൻ, പുരോഹിതൻ സക്കറിയ ഗീതങ്ങളിൽ പറയണത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പറഞ്ഞു എന്നാണ്. എലിസബത്ത് സംഭവിച്ച പോലെ തന്നെ സക്കറിയായും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയണം. പരിശുദ്ധാത്മാവാണ് പറയണത്. എന്താണ് പറയണത്? തലമുറകൾ തോറും അങ്ങയുടെ കാരുണ്യം അങ്ങ് അനുസ്മരിച്ചു. അങ്ങയുടെ വാഗ്ദാനം എന്താണ്? അങ്ങയുടെ കാരുണ്യമാണ്. ഇന്ന് ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിലിരിക്കുന്നുണ്ട്. കർത്താവ് കാരുണ്യമായിരിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? എബ്രഹാത്തിനോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് ദൈവം ക്രിസ്തുവായി കാരുണ്യമായിരിക്കുന്നത്. അപ്പം തലമുറകൾ തോറുമാണ് ഈ കാരുണ്യം. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനം എബ്രഹാത്തിനോടിലൂടെ മനുഷ്യരാശിയോട് നൽകിയ വാഗ്ദാനമാണ് ജനകോടികൾക്കും ജന്മാന്തരങ്ങൾക്കും ഇന്നും ആയുസ്സും ആത്മശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളുമായി കർത്താവ് തൻ്റെ കാരുണ്യം വാഗ്ദാനം പാലിക്കുകയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധിക്കട്ടെ, ഹല്ലേലൂയ. ാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക 1:72 അനുസരിച്ച് കൊണ്ട് പിതാക്കന്മാരോട് അബ്രാഹാം മുതലുള്ള പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം. ഈ വാഗ്ദാനം ചെയ്ത കാരുണ്യമാണ് ഉടമ്പടി എന്ന് പറയണത് ആദ്യത്തെ. അതുകൊണ്ടാണ് ലുക്ക 1:73 പറയുന്നത്, നമ്മുടെ പിതാക്കന്മാരുടെ വാഗ്ദാനം ചെയ്ത കാരുണ്യവും അവിടുന്ന് പിതാക്കന്മാരുടെ വാഗ്ദാനം ചെയ്ത ഉടമ്പടിയും അവിടുന്ന് അനുസ്മരിച്ചു. കാലാകാലങ്ങളായാലും ക്രിസ്തുവിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓർക്കേണ്ടത് എബ്രഹാത്തിന് കൊടുത്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ക്രിസ്തുവിനെ വരെ കിട്ടുന്നത്. കൈയിടിച്ച് കർത്താവ്
ആരാധന ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ദൈവം തൻ്റെ കാരുണ്യം അനുസ്മരിക്കും. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? നിക്ഷേപം എന്താണ്? വിശ്വാസമാണ്. വിശ്വാസം എപ്പോഴും നമ്മുടെ വിശ്വാസം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റണ രീതിയിലായിരിക്കും ജീവിതത്തിലെ അനുഭവങ്ങളെ ദൈവം ക്രമീകരിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് മാതാവിന് കത്ത് എഴുതിയില്ലേ അല്ലേ? ലേമിച്ച് അമ്മൂമ്മ പോകുമ്പോൾ അമ്മനെ ഏൽപ്പിക്കാൻ വേണ്ടി കൊച്ച് എഴുതി കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര മനോഹരമായിട്ട് തോന്നിയത്. കുഞ്ഞെന്താ എഴുതിയിരിക്കണമെന്ന് അറിയാമോ? ഈശോയുടെ അമ്മേ, എൻ്റെ പപ്പായ്ക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ചോറ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ആ കത്ത് വായിക്കണം. അവർ എൻ്റെ മുറിയിരുന്ന് അത് വിശദീകരിച്ചത് അത് പറഞ്ഞു കൊടുത്തത്. ആ കുഞ്ഞിൻ്റെ ഭാഷയാണത്. ഞങ്ങൾക്ക് വസ്ത്രം വേണമെങ്കിൽ പപ്പായ്ക്ക് ജോലി കൊടുക്കണം, ഞങ്ങളെ 3 പേരെയും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പപ്പായ്ക്ക് ജോലി കൊടുക്കണം. അതാണ് അമ്മയ്ക്ക് കത്ത്. അമ്മയ്ക്ക് കത്ത് എഴുതുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള എന്താണ്? സ്നേഹവും വിശ്വാസവും. 24 മണിക്കൂറിനുള്ളിൽ അമ്മ മറുപടി പറഞ്ഞ് സ്തുതിയുടെ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾ ഉടമ്പടി പ്രകാരം ബൈബിൾ വായിക്കും. ഇപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ കുഞ്ഞിൻ്റെ സ്നേഹവും ആ കുഞ്ഞിൻ്റെ വിശ്വാസവുമാണ് നമ്മളെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടത്. എന്നിട്ട് ബൈബിൾ എടുക്കുമ്പോൾ തന്നെ പറയാം, കർത്താവേ, അങ്ങയുടെ വചനങ്ങളെല്ലാം സ്നേഹത്തോടെ വായിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ വചനങ്ങളെല്ലാം വിശ്വാസത്തോടെ വായിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ചുമ്മാ എടുത്ത് ഉടനെ വായിക്കരുത്. ദൈവം ലൈനിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിന് കുറച്ച് നേരം വെറുതെ ഇരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവ് ലൈനിലുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ എന്താണ് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ഒരു അനക്കം കേൾക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇതുപോലെ തന്നെയാണ് വചനം വായിക്കണത്. വചനം വായിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി വെറുതെ ഇരിക്കണം. ഇത്തിരി നേരം, ഒരു സെക്കൻഡ്, ഒരു 5 സെക്കൻഡൊക്കെ വെറുതെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ തന്നെ ഒരു അവയർനെസ്സിലേക്ക് വരണം. എന്താണ്? ഞാൻ ദൈവത്തിരുസന്നിധിയിൽ കർത്താവ് എന്നോട് പറഞ്ഞ വാക്കുകൾ വായിച്ച് കേൾക്കുകയാണ്. ഞാൻ ദൈവത്തെയാണ് കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കുമ്പോൾ എന്ത് വേണം? നമ്മളെ ദൈവത്തെയാണ് കേൾക്കണത്. ഇന്നിപ്പോൾ ഈ മൊബൈലിലൊക്കെ ഉള്ള കാരണം എന്തൊരു അനുഗ്രഹമാണ്. ബൈബിൾ മൊത്തം മൊബൈലുണ്ട്. അപ്പോൾ പുസ്തകം കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. വെറുതെ ബസ് ഇരുന്നുകൊണ്ട് ബൈബിൾ നോക്കിയെടുത്താൽ മതി. വായിക്കുക. എത്ര നേരം വേണമെങ്കിൽ നമുക്ക് വായിക്കാം. നമുക്ക് വേണമെങ്കിൽ വായിച്ച് കേൾക്കുകയും ചെയ്യാം. ഇയർഫോൺ ഉണ്ടെങ്കിൽ ഹിയറിംഗ് ബൈബിൾ അപ്ലോഡ് ചെയ്ത് കേൾക്കാം. ചെറുപ്പക്കാർക്കൊക്കെ ഒത്തിരി സൗകര്യങ്ങളാണ് ഇന്നുള്ളത്. അതവർ പ്രയോജനപ്പെടുത്തണം ശരിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. വചനം വായിക്കുന്ന കൊണ്ട് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവ ഉദ്ദേശം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം വചനം വായിക്കാൻ. ദൈവത്തിന് പല ഉദ്ദേശമുണ്ട്. അല്ല, ഒരു ഉദ്ദേശം എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇപ്പം യോഹന്നാൻ 15:3 വായിക്കണത് എന്താണ് എന്ന് പറഞ്ഞ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഒന്ന് എത്ര കാലം കഴിഞ്ഞാലും വിശുദ്ധിക്കൊന്നും കാലഹരണപ്പെടത്തില്ല. എത്ര കാലം കഴിഞ്ഞാലും. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഈ നാഥാനിയേൽ എന്ന് പറഞ്ഞൊരാളുണ്ട് ബൈബിളിൽ, അല്ലേ? ഫിലിപ്പോസാണ് ഈ നാഥാനിയേലിനെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്.
നാഥാനിയലിനെ കാണുമ്പോൾ ഈശോ ഒറ്റ നോട്ടത്തിൽ ഒരേ ശ്വാസത്തിൽ ഒരു കാര്യം പറയും. യോഹന്നാൻ 1:48 എന്താ പറയണത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് നല്ല ഒരു കമൻ്റാണെന്ന് പറയും. പക്ഷെ കമൻ്റല്ല, അതിൽ വലിയൊരു കാര്യമുണ്ട്. ഇതാ ഒരു യഥാർത്ഥ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എന്താ സംഭവം എന്നറിയാമോ? നമ്മൾ ഇസ്രയേൽ എന്ന് വിളിക്കുന്നത് ആരെയാണ്? യാക്കോബിനെയാണ്, അല്ലേ? പഴയ നിയമത്തിൽ യാക്കോബിനാണ് ഇസ്രയേൽ എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. അയാളിൽ ചില കാപട്യം ഉണ്ടായിരുന്നു. എന്താണ് അയാളുടെ കാപട്യം? യേശാവായിരുന്നു ഇസഹാക്കിൻ്റെ മൂത്ത മകൻ. അപ്പോഴേ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന ദൈവദത്തമായ ഫസ്റ്റ് ബോണിൻ്റെ റൈറ്റ് ഉണ്ട്, ആദിജാതൻ്റെ അവകാശം, ദൈവിക അവകാശമാണ്. അതാ മൂത്തവന് കിട്ടേണ്ട അവകാശം കള്ളത്തരത്തിൽ അടിച്ചു മാറ്റിയ ആളാണ് യാക്കോബ്. യാക്കോബ് എന്താ ചെയ്തത്? യാക്കോബ് യേശാവിൻ്റെ പോലെയുള്ള വേഷപ്രചനം നടത്തി. യേശാവിന് മുഴുവൻ ശരീരത്തിൽ പൂടേൻ രോമമുള്ള ആളായിരുന്നു. അപ്പോൾ എൻ്റെ മകനെ, അപ്പൻ്റെ കണ്ണൊക്കെ മങ്ങുന്നു, അപ്പൻ യാത്രയാകാൻ സമയമായി, നീ വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുവന്ന് പാകം ചെയ്ത് എനിക്ക് താ, ഞാൻ ഭക്ഷിച്ച് ആനന്ദിച്ച് ആ സന്തോഷത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കാം, ആദിജാതൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ യേശാവ് ആത്മാർത്ഥത കൊണ്ട് വേട്ടയാടാൻ പോയപ്പോൾ മറ്റവൻ എന്ത് ചെയ്ത്, തൊഴുത്തിൽ നിന്നൊരു ആടിനെ എടുത്തിട്ട് യേശാവിൻ്റെ ഉടുപ്പെടുത്തിട്ട് കെട്ടി. തൊഴുത്തിൽ നിന്ന് ആടിനെ പാകം ചെയ്തിട്ട് യേശാവിൻ്റെ ഉടുപ്പെടുത്ത് ശരീരത്തിൽ ധരിച്ചിട്ട് ഭക്ഷണമായിട്ട് യാക്കോബിൻ്റെ അടുത്ത് വന്നു. എൻ്റെ മകനെ, നിനക്ക് ഇത്ര പെട്ടെന്ന് മൃഗത്തെ കിട്ടിയോ? അപ്പോൾ പറഞ്ഞ്, അങ്ങയുടെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. കള്ളത്തരം പറഞ്ഞാൽ തൊഴുത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. കാപട്യം കണ്ടില്ലേ? പക്ഷേ കണ്ണ് കാണാൻ പാടില്ലാത്തത് കൊണ്ട് അപ്പൻ അബദ്ധം പറ്റി. കണ്ണ് കാണാൻ പാടില്ലാത്ത അപ്പന്മാർക്ക് ഇന്ന് അബദ്ധം പറ്റണുണ്ടല്ല, ഇല്ലേ? മക്കൾക്ക് പല രീതിയിലല്ലേ വിളമ്പി കൊടുക്കണത്. മക്കൾക്ക് ഭാഗവടമ്പടി ചെയ്യുമ്പോഴേ ചിലക്ക് ചിറ കൊടുക്കും, ചിലക്ക് വെള്ളം കൊടുക്കും, ചിലക്ക് നല്ല പുരിടം കൊടുക്കും. കണ്ണ് കാണാത്ത അപ്പന്മാർ ഇന്നും ഇതുപോലെയുള്ള ഒരു പന്തിയിൽ പല വിളമ്പുന്നുണ്ട്. അപ്പം ദൈവം ഒന്നും മറന്നു കളയത്തില്ലെന്നുള്ള സൂചനയാണ് കർത്താവിൻ്റെ വാക്കിൽ നിന്ന് വരണത്. നിങ്ങളതിൻ്റെ പേരിൽ അപ്പന്മാരുടെ കരുത്തേക്ക് കയറാൻ നിൽക്കണ്ടേ. എന്ത് സംഭവം അറിയാവോ? നമ്മുടെ അപ്പനാരാ? ആരാണ്? ദൈവം. അതാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ ആരെയും അപ്പനെന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് അപ്പനെ എൻ്റെ അപ്പ എന്ന് വിളിക്കരുതേ. പക്ഷേ ആരോട് എന്താ, നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ അപ്പന്മാരിൽ നിന്ന് കുറവ് വന്നു പോയാൽ അത് പരിഹരിക്കാൻ മരിക്കാത്ത അപ്പനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. സ്തുതിയുടെ ഹല്ലേലൂയ. ഇപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ് 10:23. നിങ്ങൾ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. അതിൻ്റെ അർത്ഥം എന്തറിയാവോ? നിൻ്റെ പിതാവിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും മുറിവോ സങ്കടമോ ഉച്ചനീചത്വമോ പക്ഷപാതമോ എന്നോട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നീ മരണം വരെ പിതാവിനെ മാനസികമായി പീഡിപ്പിക്കുവാനും ഞെരുക്കുവാനും തുടങ്ങിയാൽ നീ ദൈവത്തെ പിതാവെന്ന് തിരിച്ചറിയുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. അപ്പനെ കണ്ണ് കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ്, കാണേണ്ടതുപോലെ കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് തെറ്റ് സംഭവിച്ചത്. പക്ഷേ കണ്ണെപ്പോഴും തുറന്നിരിക്കുന്ന അപ്പനാണ് നിൻ്റെ യഥാർത്ഥ അപ്പനെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. സ്തുതിയുടെ ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി സന്തതികൾ അപ്പനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, പരിഭവം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് മാപ്പാക്കുന്നു, അല്ലേ? നമ്മളിനി അപ്പനോട്
പരിഭവവും പരാതിയും ഒന്നും കാണിക്കത്തില്ല. ആരുടെ പേരിലാണ്? ഈശോൻ്റെ പേരിൽ. അപ്പം നമ്മൾ വിശുദ്ധീകരിച്ചില്ലേ? ഇതിനാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. വിശുദ്ധീകരിക്കുമ്പോൾ എന്നാ സംഭവിക്കണമെന്ന് അറിയാവോ? കാര്യം ആത്യന്തികമായിട്ട് ഇതെല്ലാം നൽകാൻ യേശാവിനെ പാട്ടിലാക്കാൻ വേണ്ടി അവസാനം യാക്കോബ് ധനികനായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് 40 പശുക്കൾ, അതുപോലെ തന്നെ 400 ആടുകൾ, ചെമ്മരി ആടുകൾ, 400 കോലാടുകളെല്ലാം കിട്ടി. ലാബാൻ്റെ കുറേ സ്വത്ത് അടിച്ചും മാറ്റി പുള്ളിക്കാരൻ. അവിടെ വെച്ചെന്നിട്ട് അടിപ്പാണ് നടത്തിയത്. ലാബാൻ എന്ന് പറഞ്ഞാൽ അമ്മാവനാണേ. അമ്മാവൻ്റെ വീട്ടിൽ ചെന്നിട്ടും പല തരികിട പരിപാടികളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കുക, ഇതൊന്നും ദൈവം അംഗീകരിക്കണില്ലെന്ന്. തരികിട പരിപാടികളൊന്നും അംഗീകരിക്കണില്ല. കർത്താവിൻ്റെ കാലം വരുമ്പോഴും നാഥാനിയലിനെ കണ്ടപ്പോൾ യാക്കോബിനുള്ള പാരപണികളെ കണ്ടില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. പണ്ട് ചെയ്തൊരു വിഷയമാണ്, കാപട്യം കാണിച്ചതാണ്. യേശാവിൻ്റെ ഉടുപ്പെടുത്തിട്ട് അവനെ പറ്റിച്ച കാപട്യം കാണിച്ചതാണ്. പക്ഷേ കർത്താവിൻ്റെ മനസ്സിൽ നിന്ന് അത് മാറണില്ല. കർത്താവ് വരുമ്പോഴേ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വചനമില്ലേ? 5:22 യോഹന്നാൻ 5:22 വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൻ്റെ കാലത്ത് ചെയ്തതാണെങ്കിലും പുത്രൻ്റെ കാലം വരുമ്പോഴും കർത്താവ് ഒരു തീരുമാനമെടുത്തു. എന്താണ്? യാക്കോബിൻ്റെ കാപട്യം തന്നെ. കാര്യം എന്താണ്? അവനെയാണ് വിധിക്കാൻ അധികാരം. അപ്പോൾ വിധിക്കാൻ അധികാരമുള്ളവൻ്റെ മുമ്പിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നാഥാരിയൻ്റെ വേഷത്തിൽ യാക്കോബിന് നിൽക്കേണ്ടി വരുമെന്ന് വിശ്വാസം തിരിച്ചറിയണം. കൈ അടിച്ച് കർത്താവ് യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഇങ്ങനെയാണ് വചനം കേട്ടിട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ യാക്കോബിന് നാഥാനിയൻ്റെ വേഷത്തിൽ വിദ്യാളൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ടാണ് വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉടമ്പടിയിൽ നമ്മൾ വചനം കേൾക്കുന്നു, വചനം വായിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. വചനം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അടയാളം കിട്ടുന്നത്. അടയാളം നമ്മുടെ അവകാശമാണ്. ആരുടെ അവകാശം? വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവൻ്റെ അവകാശമാണ് അടയാളം. സ്തുതികളെ ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ. വിശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിക്കണത് എന്തിനാണ് സംസാരിച്ചത്? വിശുദ്ധീകരണത്തിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം തുല്യ പങ്കാളിയായി മാറുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും തുല്യ പങ്കാളികൾ തമ്മിൽ ചെയ്യണ കാര്യങ്ങളാണത്. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ആ വചനം കേട്ട് വചനത്തെ വിശുദ്ധീകരിച്ച് വചനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തീകരിച്ച് വിശ്വാസത്തിന് പ്രവൃത്തികൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് തുല്യ പങ്കാളികളായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനം കേട്ട് വചനം ഗ്രഹിച്ച് വചനം ജീവിച്ച് വചനത്തിന് സാക്ഷിയായി അടയാളത്തിന് അവകാശിയായി തുല്യ പങ്കാളിയായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. തുല്യ പങ്കാളിയായ യേശുവേ ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന, 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 യേശുവേ ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടി ചെയ്യണ സമയത്ത് നമ്മൾ ചിലപ്പോൾ 0 ആയിരിക്കും, 0- ആകും. നമ്മൾ ഉടമ്പടിയുടെ പ്രോസസ്സിലാണ് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും തുല്യ പങ്കാളിയായി മാറുന്നത്. കാര്യം ഉടമ്പടി ചെയ്യണ എല്ലാവരെയും നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക. ദൈവത്തോട് ഉടമ്പടി ചെയ്യണ എല്ലാവരെയും അവരാദ്യം ബിഗ് 0 ശരിക്കും. ഇന്നത്തെ സുവിശേഷം കണ്ടില്ലേ, രാവിലെ കുർബാന കഴിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാവും. ന്യായാധിപന്മാരുടെ ലേഖനമാണ്. ന്യായാധിപന്മാരുടെ ലേഖനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഗിദെയോൻ എന്ന് പറഞ്ഞ ന്യായാധിപനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഗിദെയോൻ ന്യായാധിപനാണ്, ജഡ്ജസാണ്. പ്രവാചകന്മാരും രാജാക്കന്മാരും ജഡ്ജസും ന്യായാധിപന്മാരുമാണ് യഹോവയുടെ പ്രതിനിധികളായിട്ട് കാലാന്തരങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ നയിച്ചുകൊണ്ട് പോയത്. അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയാവോ? ഉടമ്പടിയെക്കുറിച്ച് പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും എല്ലാവരും ദൈവജനത്തെ അനുസ്മരിപ്പിച്ച് എന്തിനെക്കുറിച്ചാണ്? ഒറ്റ സബ്ജക്റ്റ് അനുസ്മരിച്ചിട്ടുള്ളൂ. എന്താണ്? പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി. എൻ്റെ മക്കളെ, ഉടമ്പടി ഒരു കംപ്ലീറ്റ് പ്രെയറാണ് ശരിക്കും. കാര്യം ദൈവത്തിന് മനുഷ്യരാശി ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ പ്രോജക്റ്റ് പദ്ധതിയാണ് ഉടമ്പടി. ഗിദെയോനോട് എന്നാ ഉടമ്പടി ചെയ്തത് ദൈവം? ഗിദെയോൻ ദൈവതിരുസന്നിധിയിൽ അയാളുടെ മെറിറ്റ് യോഗ്യതയായി വെച്ചത് എന്താ? ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ ആരാധന, ആരാധന. ഈശോയെ ആരാധിച്ചു, കരങ്ങൾ വീശി ആരാധന. പ്രൈസ് ദി ലോർഡ്. മിദ്യാൻകാരുമായിട്ട് യുദ്ധമാണ് ഈ 6-ാം അധ്യായത്തിലെ പ്രമേയം. ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരുമില്ല. മിദ്യാന്മാർ രാക്ഷസവർഗമാണ്. ഇസ്രായേലിൽ രാജാവില്ല, പ്രവാചകനില്ല, സൈന്യമില്ല, ആരുമില്ല. ആകപ്പാടെ ഇസ്രായേലിനുള്ള സ്വത്ത് എന്താണ്? ഈ ഗിദെയോനെ പോലുള്ള ന്യായാധിപനാണ്. അയാൾക്കുള്ള എന്താ? അയാൾ പറയും, നീ യുദ്ധം ചെയ്യണം. ആരോട്? മിദ്യാൻകാരോട്. ഇപ്പം നമ്മളും പഴയ ഉടമ്പടി വെച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞു. അയാൾക്കുണ്ടായിരുന്ന കടം എന്താണെന്ന് അറിയാവോ? 40 ലക്ഷം രൂപയുടെ കടം. പക്ഷേ അയാൾക്കത് കൊടുത്തു വിട്ടാനുള്ള ഒരു മാർഗവും വരുമാന മാർഗവും ഇല്ല. അപ്പം അങ്ങനെ അദ്ദേഹം വന്ന് ഉടമ്പടി ചെയ്ത് അമ്മയെ സാക്ഷിയാക്കി മധ്യസ്ഥയാക്കി ഉടമ്പടി ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഒരു അകന്ന ബന്ധു, ആ മനുഷ്യൻ നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ വർക്കിംഗ് കണ്ടീഷനിലല്ലായിരുന്നു. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് ഉടനെ 20 ലക്ഷം രൂപ കൊടുത്തു ഈ മനുഷ്യന്. ആ സാക്ഷി ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ ഒന്നുമില്ലേ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ആകപ്പാടുള്ളത് എന്താണ്? ഉടമ്പടിയുടെ പച്ച പേപ്പർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളത്. ആ ഉടമ്പടിയുടെ പച്ച പേപ്പർ ഞങ്ങൾ പ്ലാസ്റ്റിക്കിലാണ് തന്നിരിക്കുന്നത്. എന്തിനാണെന്നറിയാവോ? മഴ നനയാതിരിക്കാൻ. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയാലും ഉടമ്പടി പേപ്പറെ വെള്ളം കയറാതിരിക്കാനാണ് എത്ര കാലമായി. കാര്യം നമ്മുടെ ആസ്തിയാണത്. അത് നമ്മുടെ ആസ്തിയാണ്. നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ്. അപ്പം ഗിദെയോനോട് പറഞ്ഞു, നീ മിദ്യാൻകാരെ പ്രതിരോധിക്കാൻ പറഞ്ഞു. അപ്പം ഗിദെയോൻ പറഞ്ഞ വാക്കുകളുണ്ട്. ഗിദെയോൻ എന്താ പറഞ്ഞത്? ഞാൻ മനാസയുടെ ഗോത്രത്തിലുള്ള ആളാണ്. ആ ഗോത്രത്തിൽ തന്നെ ഞങ്ങളുടെ വംശം ഏറ്റവും ബലഹീനമായ വംശമാണ്. ന്യായാധിപന്മാർ 6:15. ഞാൻ മനാസയുടെ ഗോത്രത്തിൽപ്പെട്ടയാളാണ്. ഞങ്ങളുടെ ഗോത്രത്തിൽ തന്നെ ഞങ്ങളുടെ വംശം ഏറ്റവും ബലഹീനമാണ്. എൻ്റെ കുടുംബമാണെങ്കിൽ അതിനേക്കാളും പരിതാപകരമാണ് എൻ്റെ അവസ്ഥയെന്ന്. അതാണ് ചിലപ്പോഴും ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന
ഒരു നിസ്സഹായ അവസ്ഥ. പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോൾ നീ ഓർക്കണം, നീ ആരുടെ മുമ്പിലാണ് ഉടമ്പടി ചെയ്യണത്? ദൈവ തിരുസന്നിധിയിലാണല്ലേ. ചോര വേർക്കുമ്പോഴും കർത്താവ് പറഞ്ഞത് എന്താണ്? പിതാവേ, അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. അപ്പോൾ നീ തന്നെ പോണം, നിൻ്റെ കൂടെ എൻ്റെ സാന്നിധ്യം എന്നാണ് ഗിദെയോന് കൊടുക്കുന്ന വാഗ്ദാന പ്രകാരമുള്ള ഉറപ്പ്. അപ്പം ഗിദെയോൻ അതിൽ വിശ്വസിക്കും. എന്നിട്ടും ഗിദെയോൻ ഒരു അടയാളം ചോദിക്കും. എന്താണ്? എനിക്ക് ഒരു അടയാളം വേണം. നിങ്ങൾക്ക് ദൈവത്തോട് അടയാളം ചോദിക്കാം. ഇപ്പം ഇത്ര അടയാളങ്ങൾ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കണില്ലേ? അടയാളം നമ്മുടെ വിശ്വസിക്കുന്നവൻ്റെ അവകാശമാണ്. ഗിദെയോൻ ഒരു അടയാളം ചോദിച്ചു. എന്താണ്? ഒരു കമ്പിളി എടുത്ത് മുറ്റത്തിട്ടിട്ട് ദൈവത്തോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇത് മഞ്ഞുകാലമാണ്, ഞാൻ മെതിക്കളത്തിലാണ് ഈ കമ്പിളി ഇടുന്നത്, തൂവെള്ള കമ്പിളി. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മിദ്യാൻകാരെ നീ എനിക്ക് ഏൽപ്പിച്ച് തരുവാ ഇല്ലേ എന്ന് ഞാൻ അറിയണത് ഈ കമ്പിളിയിൽ നീ കാണിക്കുന്ന അടയാളം കൊണ്ടായിരിക്കും എന്ന് പറയും. എന്ന് പറഞ്ഞ് ഇവൻ ഗിദെയോൻ കമ്പിളി എടുത്ത് പുറത്തിടും, വെള്ളക്കമ്പിളി. എന്നിട്ട് ദൈവത്തോട് പറയും, കളത്തിൽ മഞ്ഞ് പെയ്താൽ ഈ കളത്തിൽ ഒരിടത്തും മഞ്ഞ് പെയ്യരുത്, ഈ കമ്പിളിയെ മാത്രം മഞ്ഞ് പെയ്യിക്കണം. കളവെന്ന് പറയുന്നത് എന്താണ്? മെതിക്കളം, ഗോതമ്പ് കളം, പഴയ നെൽക്കളം, കറ്റക്കളവ. ഈ കളത്തിൽ മഞ്ഞ് പെയ്യിക്കുമ്പോൾ കളത്തിൽ മഞ്ഞ് വീഴരുത്. പിന്നെ എവിടെ മഞ്ഞ് വീഴണം? എൻ്റെ കമ്പിളിയെ മാത്രം മഞ്ഞ് വീഴണം ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ. അങ്ങനെയാണെന്ന് അടയാളം കണ്ടാൽ അതിൻ്റെ അർത്ഥം മിദ്യാൻകാരെ നീ എനിക്ക് ഏൽപ്പിക്കുമെന്നാണ്. എന്നാൽ ഞാൻ യുദ്ധം ചെയ്യും. എൻ്റെ കുടുംബം, എൻ്റെ വംശവും എൻ്റെ ഗോത്രം എത്ര ബലഹീനമായിരുന്നാലും നിൻ്റെ ശക്തി എനിക്കുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുമെന്ന് പറയും. ഗിദെയോൻ അതുപോലെ ചെയ്തിട്ട് കൂടാരത്തിൻ്റെ വാതിലടക്കും. ഒന്നുറങ്ങി എഴുന്നേറ്റിട്ട് മുറ്റത്ത് വന്ന് ആദ്യം നോക്കണ കമ്പിളിയാണ്. കമ്പിളി പിഴിയണ പോലെ മഞ്ഞ് കിടക്കും. ഗിദെയോൻ ചുറ്റി നടന്ന് നോക്കും, കളത്തിൽ ഒരിടത്തും മഞ്ഞില്ല. പിന്നെ ഗിദെയോൻ പറയണത് അടിക്കടാന്ന് പറയണം. എന്താണ്? യഹോവ നമ്മുടെ കൂടെയെന്ന്. ശ്രുതിക്കട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി ചെയ്യണ ആദ്യകാലങ്ങളിൽ ഗിദെയോനെപ്പോലെ മനാശയുടെ വംശം അശക്തമാകാം. അതിൽപ്പെട്ട ഗോത്രത്തിലുള്ള ഉടമ്പടിയുടെ പ്രകാരം ഗിദെയോൻ്റെ ഗോത്രം ബലഹീനമാകാം. ഗിദെയോൻ്റെ കുടുംബത്തിനും ആസ്തി ഇല്ലാതെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ആസ്തി ആരാണ്? കർത്താവാണ് ആസ്തി. പതുക്കെയാണ് ഇവന് അടയാളം കിട്ടിയിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണത്. അപ്പം നീ ഇവിടുന്ന് പോകുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവണം, ഞാൻ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഗിദെയോൻ പറഞ്ഞ പോലെ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം, എൻ്റെ സാമ്പത്തിക സ്ഥിതി, എൻ്റെ ബുദ്ധി എല്ലാം വളരെ ബലഹീനമാണ്. ഇപ്പം ഇന്നലെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ICCR പരീക്ഷ എഴുതിയിട്ട് ഒക്കെ റാങ്ക് കിട്ടിയതാണ്. അപ്പം ICCR എന്ന് പറഞ്ഞത് നമ്മുടെ IAS പോലെ എന്ത് സംഭവമാണ്, എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പക്ഷേ അവൾ പറഞ്ഞത് അവളുടെ കൂട്ടുകാരവിടെ കളിയാക്കി, ഇതിന് IAS ബുദ്ധി വേണ്ട കേസാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള സാധാരണ ബേസിക് സ്റ്റുഡൻറ്റിന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഞാനൊരു ബേസിക് സ്റ്റുഡൻ്റാണെന്നാണ് അവൾ പറയണത്. എനിക്കിതിൻ്റെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഇതിന് പോകണമെന്നുള്ളത്. എൻ്റെ ആഗ്രഹം പിന്നെ ഉള്ളത് എന്താണ്? കർത്താവാണ് എൻ്റെ ആസ്തി എന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ഉടമ്പടി ചെയ്ത് ഞാൻ പറ്റണ പോലെ പഠിച്ചു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, ഇതിന് പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യമില്ല, പഠിക്കാനുള്ള മനുഷ്യൻ പഠിക്കുക തന്നെ വേണം. കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നതാണ്. പ്രാർത്ഥന കൊണ്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല, പഠിക്കാനുള്ളത് പഠിക്കുക തന്നെ വേണം. അതിനുള്ള ബുദ്ധിയും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ്. നിങ്ങളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതകളിലാണ് വിശ്വസിക്കണത്. ഇപ്പം ചിലർ പറയും താൻ പാതി ദൈവം പാതി എന്ന്. ചിലർ പറയും ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി. ചിലർ പറയും വർക്ക് ഈസ് വർഷിപ്പ്. ഇതെല്ലാം ഉടമ്പടിക്കാണ്. ഇത് ബിബ്ലിക്കൽ ടേംസ് അല്ല.
ഇതൊന്നും ബിബ്ലിക്കൽ ടേംസ് അല്ലേ, വിശ്വാസി പറയണ അർത്ഥം. ഇത് അവിശ്വാസികളുടെ ബൈബിളാണ്. ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി, അവിശ്വാസിയുടെ ബൈബിളാണ്. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി ഈസ് അവർ ചാരിറ്റി. ചിലർ പറയും ഫസ്റ്റ് വർക്ക് ദെൻ വർഷിപ്പ്. ചിലർ പറയും വർക്ക് ഈസ് വർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയാണ്, അധ്വാനമാണ് ആരാധന. എന്നാൽ അവിശ്വാസികളുടെ കാലത്ത് ഏതാണ്ട് 1800 ഫ്രഞ്ച് റവല്യൂഷൻ മുതലുണ്ടാക്കി എടുത്തിട്ടുള്ള ബുദ്ധിപരമായ ഒരു പരിണാമമാണിത്. അതിനെ സപ്പോർട്ട് ചെയ്തത് ഫിഡലിസമാണ്. ഫിഡലിസം സപ്പോർട്ട് ചെയ്തത് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്ത് ഞായറാഴ്ച വരെ പാവപ്പെട്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ഫാക്ടറി മുതലാളിമാർ കണ്ടുപിടിച്ച ബൈബിളാണ് ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി, വർക്ക് ഈസ് വർഷിപ്പ്. നീ പള്ളിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്താൽ മതിയെന്ന്. അതും പറഞ്ഞുകൊണ്ടാണ് ഇതിൽ അണ്ണന്മാർ വീട്ടിയിരിക്കുന്നത്. ഇതെല്ലാം പിശാസിൻ്റെ സാറ്റാനിക് വേർഷൻ. ഇപ്പം സൽമാൻ റുഷ്ദിയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരിയേറെ ഭീഷണിയുള്ളതാണ്. അത് വേറൊരു വിഷയം. ഞാൻ പറയണത് അതിൻ്റെ സമാന്തരമായി ചില നിലപാടുകളുണ്ട് മനുഷ്യനെടുക്കണേ. എന്താണ് സാറ്റാനിക് വേഴ്സുകൾ എന്ന് പറയണത്? സൈത്താൻ്റെ വചനങ്ങളെന്ന് പറയുന്നത് എന്താണ്? ദൈവവചനത്തെ നിഷേധിക്കുകയും വിശ്വാസം എടുക്കാതിരിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ ദൈവേതര വചനങ്ങളാണ്. ദൈവേതര വചനങ്ങൾ അല്ല വിശ്വാസി ഫോളോ ചെയ്യണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ആൻഡ് വർഷിപ്പ് സെയിം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മൾ വർക്ക് ചെയ്യും, അതേസമയം തന്നെ വർഷിപ്പ് ചെയ്യും. പക്ഷേ വർക്ക് ചെയ്താലും ചില സമയത്ത് നമ്മൾ എത്തിപ്പെടത്തില്ല. പിന്നെന്താണ്? അപ്പോൾ ഞാൻ പറയും 50% വർക്കും 50% വർഷിപ്പോ എന്ന് പറഞ്ഞാൽ ഉടമ്പടി സമ്മതിക്കത്തില്ല. ഉടമ്പടി സമ്മതിക്കണത് എന്താണ്? ആത്മാർത്ഥത നിൻ്റെ ഭാഗത്തുനിന്ന്. നിനക്ക് പറ്റണ പോലെ വർക്ക് ചെയ്യും, ബാക്കി അത് 65 ചിലപ്പോൾ 35. നിനക്ക് 35 നിൻ്റെ മെറിറ്റ് എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഗ്രേസ് എത്ര ശതമാനമായിരിക്കും? 65. നിൻ്റെ 25 നിൻ്റെ മെറിറ്റ് എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഗ്രേസ് എത്രയായിരിക്കും? 75. അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. എഫേസ്യസ് 2:8 നിൻ്റെ കഴിവാലല്ല എൻ്റെ കൃപയാലാണെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ സ്തുതി. എന്നോട് സംസാരിച്ച ദൈവദൂതനാണെങ്കിൽ, എന്നോട് സംസാരിച്ച ദൈവദൂതനിലൂടെ എന്നോട് സംസാരിച്ച ദൈവമാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ദൂതൻ പറഞ്ഞോളൂ, ഞാൻ തിരിച്ചു വരുന്നവരെ ഇവിടെ നിൽക്കുമോ? ആ വാക്കൊക്കെ ഭയങ്കര ശക്തമാണ്. നീ എന്നോട് സംസാരിച്ച ദൈവദൂതനാണെങ്കിൽ, ദൈവദൂതനിലൂടെ ദൈവമാണ് എന്നോട് സംസാരിച്ചെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നീ പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ നിൽക്കുമോ? അപ്പോൾ ദൂതൻ പറഞ്ഞു, നീ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഗിദെയോൻ എന്താ ചെയ്തത്? മനാസയുടെ ഗോത്രത്തിൽ അവന് പറയാനുള്ള അവൻ പറഞ്ഞു. മനാസയുടെ ഗോത്രത്തിൽ അവൻ്റെ വർഗം, അവൻ്റെ വംശം ബലഹീനമാണ്. മിദ്യാൻകാരെ എതിർക്കാൻ പോയിട്ട് 10 പേരോട് പോലും അടരാടാനുള്ള ശക്തിയും ആസ്തിയുമില്ല. പക്ഷേ എന്നോട് സംസാരിച്ച ദൈവമാണെങ്കിൽ ദൈവത്തെ എനിക്കറിയാം. ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ നിൽക്കുമോ? അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, നീ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഗിദെയോൻ എന്താ ചെയ്തത്? അകത്ത് വീട്ടിൽ പോയി കുറേ നടന്നു പോകണം. അവൻ പോയി ആടിനെ കൊണ്ടുവന്ന് ആടിനെ പാകം ചെയ്ത് അതിൻ്റെ കറി ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് കുറച്ച് അപ്പവും കൊണ്ടുവന്നിട്ട് ഒരു കല്ലേലെടുത്ത് വെച്ച്, ദൂതൻ നിന്ന സ്ഥലത്ത് ഒരു കല്ലേലെടുത്ത് വെച്ച് അപ്പം എടുത്ത് വെച്ചു. പിന്നെന്ത് ചെയ്ത്? കറിയും എടുത്ത് വെച്ച് ചാറെടുത്തിട്ട് അപ്പത്തിന്മേൽ ഒഴിച്ച്, എന്നിട്ട് കൈകൂപ്പി കാത്തു നിന്ന് ദൂതൻ ഒരു വടി കൊണ്ടുവന്നിട്ട് ഈ അപ്പത്തിന്മേൽ തൊടുമ്പോൾ പെട്ടെന്ന് ഈ സാധനം ആളിക്കത്തും. അപ്പോൾ ഗിദെയോന് മനസ്സിലാകും എന്നോട് സംസാരിച്ചത് ഗിദെയോൻ മിദ്യാൻകാരോട് എന്നെ ഉപകരണമാക്കിക്കൊണ്ട് എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അടരാടി ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കാൻ പോകുന്ന സൈന്യങ്ങളുടെ കർത്താവിന് ഞാൻ കണ്ടു കൈയടിച്ച് കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
ദാറ്റ് ഈസ് വർഷിപ്പ്, നോട്ട് വർക്ക് ഈസ് വർഷിപ്പ്. മനസ്സിലായില്ലേ? ഇതേവരെന്താ, മെദ്യാൻകാർ നമ്മൾക്ക് ഒതുക്കാൻ പറ്റാത്ത അത്രയും ശക്തന്മാരാണ്. അവനെ എതിരെ അടരാടാൻ വേണ്ടിയുള്ള ശക്തി നമ്മൾ സംസ്വീകരിച്ചത് എങ്ങനെയാണ്? വർഷിപ്പിൽ നിന്നാണ്. ഗിദെയോൻ എന്താ ചെയ്തത്? കർത്താവിനെ ആരാധിച്ചവിടെ ബലിപീഠമുണ്ടാക്കി. അവൻ പറ്റുന്ന രീതിയിൽ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശക്തിയാണ് ശരിക്ക്. വർക്കല്ല വർഷിപ്പ്. വർക്ക് ഈസ് വർഷിപ്പല്ല, വർഷിപ്പാണ് ഫസ്റ്റ്. നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ, ഉടമ്പടി പ്രകാരം സുവിശേഷ സാക്ഷിയാകുമ്പോൾ, ഉടമ്പടി പ്രകാരം കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതെല്ലാം വർഷിപ്പിൻ്റെ ഭാഗമായി മാറുകയും അതിലൂടെ നമ്മൾ ബലഹീനതയിൽ ആണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണമെന്ന് പറയുമ്പോൾ, നമ്മൾ ശക്തനാക്കുന്നവരോട് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഫിലിപ്പിയർ 4:13 പറയുമ്പോൾ എന്താ നമ്മൾ ശക്തനാക്കുന്നത്? വർഷിപ്പ്, ആരാധനയും ആരാധനയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സുവിശേഷ സാക്ഷ്യ ജീവിതവും ചെയ്യാനാണ്. അതിലൂടെയാണ് നമ്മൾ ശക്തീകരിക്കുന്നതും നമ്മളുടെ എല്ലാ വെല്ലുവിളികളെയും നമ്മൾ അതിജീവിക്കുന്നതും. കൈയടിച്ച് കർത്താവ് ശക്തീകരിക്കപ്പെടുന്നതിലൂടെ നീ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങളിൽ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നീ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വിതരണം ചെയ്യുമ്പോൾ, അത് വെയിൽ കൊള്ളുമ്പോൾ അതിനുവേണ്ടി, അതിനൊരു മഴ കൊള്ളുമ്പോൾ അതിനുവേണ്ടി നീ യാത്ര ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിൽ പറയണം, ബലഹീനനായ ഞാൻ കർത്താവിന് ലോകത്തിൽ കൊടുത്തുകൊണ്ട് കർത്താവ് ഇതുവഴി എന്നെ ശക്തീകരിക്കുകയാണ്. എന്നെ ഭീഷണിപ്പെടുത്തുന്ന മിദ്യാൻകാരെ എപ്പോഴും അടരാടാൻ വേണ്ടി, അവരെ അതിജീവിക്കാൻ വേണ്ടി, അത് രോഗമാകാം, ചിലപ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥയാകാം, ചിലപ്പോൾ സാമ്പത്തിക കടമാകാം, എന്ത് മിദ്യാൻകാരും പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ആത്മശക്തി ആവഹിക്കുന്നത് ദൈവവചനങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടാണ്. അതാണ് ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്നത്. കൈ അടിച്ചു കർത്താണ് ചൊല്ലുക. കർത്താവേ സ്തുതി, കർത്താവേ സ്തോത്രം, കർത്താവേ ആരാധന, കർത്താവേ മഹത്വ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണെന്ന സൂചനയോടുകൂടി വലതേ പതിര കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ശ്വാസകോശ രോഗികൾ, പതിരയ്ക്ക് പ്രഷർ കുറഞ്ഞോ കൂടിയോ ഉള്ള ആൾക്കാരുണ്ട്. പതിരയുടെ ഒരു പ്രഷറുണ്ട്, അത് മാരകമായ ഒരു അസുഖമാണ്. അങ്ങനെയുള്ളവർ പതിരയുടെ പുറത്ത് കൈകൾ വെക്കേണ്ടതാണ്. ഈ സമയം ശ്വാസകോശത്തിൻ്റെ പുറത്ത് കൈകൾ വെക്കേണ്ടതാണ്. വലിയ രോഗികൾ വേറെ ഉണ്ടാകാം, അലർജി മൂലം ശ്വാസം മുട്ടലുണ്ടാകാം, ശ്വാസകോശവുമായി വരുന്ന എയർവേസുമായിട്ട് ബന്ധപ്പെടുന്ന ശ്വാസകോശങ്ങളിലെ നീർക്കെട്ടലുകൾ, കഫം, അതുപോലെ തന്നെ അത് മൂലം ഉണ്ടാകുന്ന മറ്റ് പലതരത്തിലുള്ള രോഗങ്ങളുടെല്ലാം ശ്വാസകോശങ്ങളുടെ മേൽ കൈകൾ വെക്കേണ്ടതാണ്. നിങ്ങൾ കൈകൾ വെക്കുമ്പോൾ നിങ്ങൾ കൈകൾ വെക്കേണ്ടത് കർത്താവിൻ്റെ നാമത്തിലാണ്. എല്ലാ ശക്തിയും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം പുറപ്പെടുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ പ്രഘോഷത്തിലാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പൊന്നോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ള ഞാൻ നിനക്ക് തരുന്നു. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ. കർത്താവെ, അങ്ങയുടെ ശ്വാസകോശ രോഗികൾ അങ്ങയുടെ നാമത്തിൽ കൈകൾ നെഞ്ചിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശ്വാസകോശ രോഗികൾ, കഫക്കെട്ടുകാർ, നീരക്കെട്ടക്കാർ, കർത്താവ് അങ്ങയുടെ നാമത്തിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ തിരുമുറിവാർന്ന കൈകൾ, നിന്റെ തിരുമുറിവാർന്ന കൈകൾ ശ്വാസകോശങ്ങൾ വെക്കണമേ. കരളിനെ സ്പർശിക്കണമേ, ഹൃദയത്തെ സ്പർശിക്കണമേ. ശ്വാസകോശ രോഗങ്ങൾ യേശുക്രിസ്തു വിശുദ്ധ മരത്താൽ ഈ ഇവിടെ ഉള്ള രോഗങ്ങൾ അകലങ്ങൾ ഇരുന്നു കൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ശ്വാസകോശ രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വാക്കുകൾ പറഞ്ഞതിലെ കർത്താവിൻ്റെ മനസ്സെപ്പോഴും ഉണ്ടാകും. അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും പറഞ്ഞത് എന്താ? ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശേഖരിക്കാൻ പറഞ്ഞു.
ജനങ്ങളെ കണ്ടപ്പോൾ എന്താ പറയുന്നത്? ആരും നഷ്ടപ്പെട്ടു പോവാതിരിക്കുക. അപ്പോൾ ഒന്നും നഷ്ടപ്പെടരുത്, ആരും നഷ്ടപ്പെടരുതെന്നാണ് കർത്താവിൻ്റെ മനസ്സ്. ഇപ്പം നമ്മൾ രോഗികളായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കണില്ലെന്ന് മനസ്സിലായില്ലേ? ഒന്നും നഷ്ടപ്പെടരുത്, ആരും നഷ്ടപ്പെടരുത്. ഹൃദയരോഗികളെ ഹൃദയസ്ഥാനങ്ങളെ കൈകൾ വെക്കുക. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈകൾ വെക്കുക. ഗർഭാശയ രോഗികളുണ്ട്, പിസ്റ്റുല രോഗികളുണ്ട്, PCOD രോഗികളുണ്ട്, അണ്ഡാശയത്തിൽ സിസ്റ്റുള്ളവരുണ്ട്. അവിടെയെല്ലാം അടിപറ്റി കൈവെക്കുക. ശ്രുതികട ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത്ത് കരത്താൽ പിസ്റ്റുല രോഗികള്, PCOD രോഗികള്, അർച്ചസ് രോഗികള്, പിഷർ രോഗികള്, ഈശോ കരൾ രോഗികള്, ഈശോ ഈശോ ഹൃദയ രോഗികള്, യേശു നാമത്തില് കുടൽ രോഗികള്, അൾസർ രോഗികള്, അർച്ചസ് രോഗികള്, യേശു നാമത്തില് യേശു നാമത്തില് യേശു നാമത്തില് സൗഖ്യമാകണേ. ഇന്നലെ ഒരു നല്ല സാക്ഷ്യം കേട്ട അച്ഛൻ എന്താണെന്നറിയാമോ? 9 കൊല്ലമായിട്ട് വാതരോഗമാണ്. വാതരോഗത്തിൻ്റെ അവസരം അറിയാമല്ലോ, അത് വന്നു പെട്ടാൽ പിന്നെ മാറിപ്പോകാൻ വലിയ പാടായിരിക്കും. പക്ഷെ അവർ വാക്ക് ആ സാക്ഷ്യത്തിൽ പറഞ്ഞത് എൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയാണെന്ന്. അവരനുഭവിച്ച വേദന ഉള്ളംകാലം മുതൽ ഉച്ച വരെ. മുടിയിൽ പിന്നെ കോശങ്ങളില്ലാത്ത ഞരമ്പുമായിട്ട് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ട് മുടി മുറിഞ്ഞാലും നമുക്ക് വേദനിക്കത്തില്ല, അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, എൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയായിരുന്നെന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സ്പ്രഷൻസ് കറക്റ്റാണ്. നിൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്നാലും കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയാക്കുന്ന രോഗങ്ങളുള്ളവരെ നിന്നെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ ശരീരത്തെ തളിക്കണമേ. ഈ പ്രാർത്ഥന ലൈവായി എവിടെയെല്ലാം എപ്പോഴെല്ലാം ഇത്രയും രോഗികള് നിന്റെ നാമത്തില് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പോഴെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടില്ലേ? 35 വർഷമായിട്ട് കല്യാണം 35 വയസ്സുള്ള കല്യാണം നടക്കാത്ത വ്യക്തിയെ ഉടമ്പടി ചെയ്തപ്പോൾ കർത്താവ് കല്യാണ തടസ്സങ്ങൾ മാറ്റിയെന്ന്. കൃപാസനം 33 വയസ്സാണ് ലാസ്റ്റ് ഡേറ്റായിട്ട് വെച്ചിരിക്കുന്നത്. 33 വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാം. 33 വയസ്സ് വരെ സ്വാഭാവികമായി കല്യാണം നടക്കുന്ന വർഷങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് മക്കളില്ലാത്തവരെ. 9 വർഷമായിട്ട് 14 വർഷമായിട്ട് മക്കളില്ലാത്തവരെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മണ്ഡലങ്ങളിലെല്ലാം ഉടമ്പടി പ്രകാരം കർത്താവ് വാഗ്ദാനം പാലിച്ചുകൊണ്ട് കർത്താവ് നിന്നെ സന്ധിക്കുന്നുവെന്ന. ഇതുപോലെയാണ് ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി തിരികെ ലഭിക്കുന്നത്. ഇന്നലത്തെ സാക്ഷ്യങ്ങളെല്ലാം കയറിപ്പോകാനുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറഞ്ഞത്. അത് ബ്രദർ പറയുകയും ചെയ്തത് യാത്രയപ്പ് സമ്മേളനമാണ് അന്ന്. കാര്യം എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ ഇന്ന് പോകുന്നു എന്നാണ് പറഞ്ഞത്. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം കാത്തിരുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും സ്പീഡായിട്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജോലി, നിൻ്റെ വിവാഹം, നിൻ്റെ സന്താന ജനനം. ഇപ്പം ഇന്നത്തെ സാക്ഷ്യത്തിൽ തന്നെ ഭാഗോടമ്പടി ചെയ്യാത്ത 20 കൊല്ലമായിട്ട് ചെയ്യാത്തവർ, പട്ടയം നഷ്ടപ്പെട്ടവർ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി എല്ലാ മണ്ഡലങ്ങളെയും സർവസ്പർശിയായി നിൽക്കുകയാണ്. നിങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഈ സമയത്ത് ഓർക്കണം. വീട്, ജോലി, വിവാഹം, മക്കൾ, കുടുംബത്തിലുണ്ടാകുന്ന ഈ മദ്യപാന തകർച്ച. ഇന്ന് കുറേ ഞാനത് കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, എത്ര ഈ മദ്യപാനമൊക്കെ മാറ്റാൻ വേണ്ടി ആശുപത്രിയിലൊക്കെ പോയി ആൾക്കാർ എത്ര കാലം താമസിച്ചിട്ടാണ് അത് മാറണത്. ചിലപ്പോൾ മാറത്ത് പിന്നെയും വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം.
ഈ ഉടമ്പടി പ്രകാരം ചില ആൾക്കാർ സാക്ഷ്യം പറഞ്ഞിട്ട് പോകും, പിന്നെ അവർ പണ്ടത്തെ പോലെ കയ്യാങ്കളിക്ക് കലാപരിപാടിയൊക്കെ ആയിട്ട് ജീവിക്കും. അതാണ് ഈ ഇടയ്ക്ക് സാധനം തിരിച്ചു വരുന്നത്. സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർക്ക് ബാധ്യതയുണ്ടെന്ന് ഇന്ന് ബ്രദർ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. എന്താ കാര്യം? നമ്മൾ ആ വിശുദ്ധിയിൽ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീട്, ജോലി, വിവാഹം, ഭാഗോടമ്പടി, മത്സരപരീക്ഷ, നൈപുണ്യ പരീക്ഷ, കുടുംബസമാധാനം, മദ്യപാനാസക്തികൾ, തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടിട്ട് ശ്വാസം മുട്ടുന്നവരെ, കുടുംബം അസമാധാനമാക്കുന്നവരെ, ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നവരെ എല്ലാ മണ്ഡലങ്ങളിലേക്കും മാതാവിൻ്റെ മധ്യസ്ഥ ദൈവത്തിൻ്റെ കൃപയും വിടുതലും ലഭിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. Lord Jesus Christ, pour out your spirit, fire finger, soak with the precious blood, and peace spirit. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 32 കൊല്ലം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ മാരകരോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇനി മൗനമായി സമർപ്പണ പ്രാർത്ഥന സമയമാണ്. എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അത് അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കാം. കാര്യം ഒരാൾ തന്നെ 6 കാര്യം ഉടമ്പടി വെക്കുമ്പോൾ 10 പേര് ഉടമ്പടി വെക്കുമ്പോൾ തന്നെ 60 കാര്യമാകും അല്ലേ? ഇപ്പം ചില കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്തറയുന്ന കർത്താവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കത് ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കാം. അച്ഛൻ ഓർത്ത് പ്രാർത്ഥിച്ചതിനേക്കാൾ ഫലവും ബലവും കിട്ടും. പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. കാരണം കൃപാസനത്തിലെ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലെ സമയം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഇൻ്റർവ്യൂ ഡേറ്റ് ഓർക്കാം, പരീക്ഷ ഡേറ്റ് ഓർക്കാം, ജോലിക്ക് പോകുന്ന ഡേറ്റുകൾ ഓർക്കാം, മക്കളുടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രസവത്തിൻ്റെ ഡേറ്റ് ഓർക്കാം. ഇനി വല്ല ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റുകൾ ഓർക്കാം. ഭാഗോടമ്പടി ഡേറ്റ്, സ്ഥലമളവിൻ്റെ ഡേറ്റ്, കോടതിയിലെ കേസിൻ്റെ ഡേറ്റ് ഓർക്കാം. ഇതെല്ലാം ഡേറ്റുകൾ ഓർക്കുക. എന്നിട്ട് പരിശുദ്ധ അമ്മ വഴി തീയതി ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് മനസ്സിൽ പറയുക. നിയോഗത്തിന് ഉത്തരം നൽകിയ ഈശോയെ, എന്നെ അനുഗ്രഹിച്ച ഈശോയെ, നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, പരിശുദ്ധ പരമദിവ യേശുവേ, ആരാധന, 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 ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് നേരവും ആരാധനയും